സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് ഹേറ്റേഴ്സ് ആയി മാറി. നമ്മുടെ ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് ഉദ്ഘാടനം കിട്ടുന്നു, പൈസ കൂടുതൽ കിട്ടുന്നു പറഞ്ഞു. അല്ല പിന്നെ ഞാൻ സീരിയസ്ലി ഞാൻ ഷൂട്ടിങ് ഞാൻ ബിഗ് ബോസ് സീസൺ 1 പോയാൽ എനിക്ക് അന്ന് ഷൂട്ടിന് 5000 രൂപ. ആഫ്റ്റർ ബിഗ് ബോസ് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് 25,000 30,000 കിട്ടാൻ തുടങ്ങിയാണ്. അതാണ് ബിഗ് ബോസിന്റെ ഒരു മൈലേജ്. ഞാൻ സീരിയസ്ലി നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഭയങ്കര ഒരു മൂല്യം കിട്ടും. മറ്റുള്ളവരുടെ നിന്ന് നമുക്ക് കുറച്ച് അംഗീകാരം കിട്ടും. ആളുകൾ തിരിച്ചറിയും. 2 തരം ആളുകളുണ്ടാവും എന്ന് പറഞ്ഞാൽ ഹേറ്റേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അത് ബിഗ് ബോസിന്റെ ഒരു മെയിൻ ഗുണമാണ്. ക്രിസ്ത്യാനോട് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഹേറ്റേഴ്സ് ഉള്ളപ്പോഴാണ് അയാൾക്ക് കളിക്കാൻ കൂടുതൽ ഇൻസ്പിറേഷൻ പറഞ്ഞത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും ഫുട്ബോൾ കളിക്കാൻ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് ഹേറ്റേഴ്സ് ആയി മാറി. ഇപ്പൊ നാളെ സമയത്ത് നല്ലത് കാണിക്കുമ്പോൾ വീണ്ടും നല്ലത് തന്നെ ഞാൻ കാണിച്ചാലും നല്ലത് തന്നെയാണ്, എനിക്ക് നല്ലത്. പക്ഷെ അവിടെ പോയി ജീവിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് സർവേൽ അവർക്കാരും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ അവരിപ്പോഴും ടി വി കൂടെ കാണുന്നത് മാത്രമാണ്. പുറമെ 24 hours ലൈവ് കാണുന്നതൊക്കെ മനസ്സിലാവും.